ആ ആ ടാറ്റ ടാറ്റ. ചാത്തപ്പനെ ഇവിടെ ചായ കുടിക്കാൻ വന്നിരുന്നപ്പോൾ മുതലില്ലേ അവനിങ്ങനെ അരി കിട്ടാണ്ട് എന്താണെന്നറിയാം അവൻ്റെ കഴിഞ്ഞു കേട്ടോ. നമുക്കാകെ ഇനിയാകെ 4 മക്കളേയുള്ളൂ, 4 ഇവൻ ഇപ്പോൾ കൂട്ടിലേ അല്ല കയറുന്നത്, നമ്മുടെ കൂടിൻ്റെ മുകളിലാണ് ഇവൻ കയറുന്നത്. ഇന്ന് രാവിലെ നമ്മൾ നീക്കുമ്പോഴേക്കും ഉണ്ടാവാൻ ഇറങ്ങി വന്നേക്കണു. ഇങ്ങനെ സാമർത്ഥ്യം കാട്ടിയിട്ട് കൂടിൻ്റെ മുകളിലൊക്കെ കയറുമ്പോഴാണ് വല്ല നായ്ക്കളും പിടിച്ചു പോകുക അല്ലേ കുഞ്ഞുണ്ണി? അല്ലേ ഇന്ന് എന്താണ് സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു ഉഷാറില്ലാത്ത? ഇന്ന് മുതൽ കുഞ്ഞുണ്ണിയുടെ സ്കൂളിൽ രാവിലത്തെ ഭക്ഷണം കൂടി ഉണ്ട് കേട്ടാ. നപ്പായിരുന്നു അത്ര കിച്ചോ പറഞ്ഞിരുന്നു, ഒന്നപ്പം കിട്ടിയെന്നുള്ളത്. അത് കുറേ ഇല്ലോ അങ്ങനെ ഓരോരുത്തരെ സ്കൂളിൽ ചില സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ സ്കൂളിൽ ഇന്ന് മുതൽ രാവിലെ ചിലപ്പോൾ ഒരു ദോശയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചോറോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അധികം ഇവർക്ക് ചോറാണ് കേട്ടോ ഇഷ്ടം. കഞ്ഞി എന്തെങ്കിലും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇന്ന് മാങ്ങ ചമ്മന്തി അരയ്ക്കണം വിചാരിച്ചാണ്. പക്ഷെ കുറേച്ച് ഒരു 3-4 ദിവസമായിട്ട് ഓരോരോ തിരിച്ചിലുകൾ കാരണം ഒന്നും പറ്റിയിരുന്നില്ല. അപ്പം ഇന്നിപ്പോൾ ആശുപത്രി പോയി വന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണ് കണ്ടില്ലേ മുഖത്ത് എൻ്റെ ഒരു അബദ്ധം കൊണ്ട് പറ്റിയ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുണ്ടാവും. കണ്ടോ മുഖത്തെ ഈ കുരു കണ്ടില്ലേ, മുഖത്തെ ഈ കുരു, അതേപോലെ എൻ്റെ മുടിയൊക്കെ നല്ല പോലെ ഇപ്പോൾ കൊഴിഞ്ഞ് വരുന്നുണ്ട്, തടി കൂടുന്നുണ്ട്. എനിക്ക് നമ്മുടെ പീരിയഡ്സ് കൃത്യമായിരുന്നില്ല കുറേ ആയിട്ട്. കുറേ പറഞ്ഞാൽ കിച്ചുവിന് ഡെലിവറി കഴിഞ്ഞ മുതൽ പീരിയഡ്സ് കൃത്യമല്ല കേട്ടോ. എപ്പോഴെങ്കിലും തോന്നിയ പോലെയാണ്. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട്, ആദ്യമൊക്കെ വന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ട് കുറച്ച് മരുന്ന് കഴിച്ച്. ഇപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പേ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു വർഷത്തിൻ്റെ മുമ്പേ, 1 വർഷം 1.5 വർഷം മുമ്പേ ഞങ്ങൾ മണ്ണാർക്കാടൊക്കെ പോയി ഡോക്ടറെ കണ്ട് സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു. അന്ന് തൈറോയ്ഡ് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. തൈറോയ്ഡില്ല, ബ്ലഡ് കമ്മി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ ഈ ചങ്കിൻ്റെ ഇവിടെ ഒരു മുഴ, 2 മുഴ ഉണ്ട്. അപ്പം അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കഴുത്ത് കണ്ടോ അങ്ങനെ ഒരു വലിപ്പം തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു അതൊന്ന് പോയി സ്കാൻ ചെയ്ത് നോക്ക് പറഞ്ഞു. ചില സമയത്ത് രാവിലെ നീച്ച് വരുമ്പോൾ നമുക്ക് നല്ല അസ്വസ്ഥത, തൊണ്ട അങ്ങനെ വേദനയിട്ട്. അപ്പോൾ നോക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പാലക്കാട് പോയി അത് സ്കാൻ ചെയ്തു കേട്ടോ. അപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോൾ ഒന്ന് കുറച്ച് വലിപ്പമുണ്ട്, പേടിക്കാനുള്ള രീതിയിലൊന്നുമില്ല. അത് ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന് മരുന്നൊന്നും കഴിക്കേണ്ട പറഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മണ്ണാർക്കാടൊക്കെ പോകുമ്പോൾ ഒരു ദിവസത്തെ മെനക്കെടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ സ്വത്തുട്ടല്ല മുത്തേ ആദ്യൻ്റെ അവിടേക്കോ നോക്കി പോവോ? എന്നാ പൊക്കോ, ചെരുപ്പിട്ടിട്ട് പോകണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാര്യങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴൊന്നും കുഴപ്പമില്ല എന്നല്ലേ. അപ്പം നമുക്കൊരു സമാധാനമായിട്ടോ. ഇങ്ങനെ നീ ആയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന വെറുതെയാണ്. നമുക്ക് മുഖത്തൊക്കെ ഇങ്ങനെ അലർജി വരാൻ തുടങ്ങി. പൊക്കോ അലർജി വരാൻ തുടങ്ങി. അലർജി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊന്നും കണക്കൂട്ടിയില്ല കേട്ടോ. മുഖത്ത് കുരു വന്നപ്പോൾ അതിങ്ങനെ തനിയെ പോകും പറഞ്ഞ് സ്കിൻ ഡോക്ടറെ കണ്ടു. സ്കിൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ മുഖത്ത് കുറേ ക്രീമും കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നു കേട്ടോ. എന്നിട്ടും എനിക്ക് മാറ്റില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്ന കുരുക്കളുണ്ടോ ഇവിടെയൊക്കെ കണ്ടറിയുണ്ടാവും. ഓരോ കുരു എത്ര വലുതായിരിക്കും എന്നറിയോ. അത് പൊട്ടുമില്ല, കല്ലച്ചിങ്ങനെ നിൽക്കും. കല്ലച്ച് നിൽക്കണ മാത്രമല്ല ഇത് കൂടെയൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് രോമങ്ങൾ വരാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് ഭക്ഷണം കുറച്ച് കഴിച്ചാലും വെയിറ്റ് കൂടാൻ തുടങ്ങി. എന്തെന്ത് ചെയ്താലും നമ്മുടെ വെയിറ്റ് കുറയണേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം കാണുമ്പോൾ എല്ലാവരും കാണുമ്പോൾ എനിക്കേ മാറ്റം എനിക്കറിയുന്നുണ്ട്. നല്ല കതപ്പ് വരിക, ജിമ്മിന് പോയി കഴിഞ്ഞിട്ടൊന്നും എനിക്കൊരു മാറ്റം തോന്നണില്ല. അപ്പോൾ എല്ലാവരും കാണുമ്പോഴൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി, പ്രസി നമുക്ക് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്, ശരീരമൊക്കെ എന്തങ്ങനെ ഒരു ജാതി തോന്നണം, മുഖമൊക്കെ കാണുമ്പോൾ എന്തോ പോലെ പഴയ പോലെ അല്ല എന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ഡോക്ടറെ കണ്ടു കേട്ടോ. അതാണ് പറയാൻ വരുന്നത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നില്ല ഡോക്ടറെ, കുറേ ആയി ഇങ്ങനെ ഇതാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനി ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വർഷം മുമ്പേ കേട്ടോ. അപ്പോൾ 34 വയസ്സ്, 1 വർഷം മുമ്പേണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രസവ ഡെലിവറിയൊക്കെ നിർത്തിയതല്ലേ, മക്കളൊക്കെ ആയില്ലേ, ഇപ്പോൾ ഇങ്ങനെ ഹോർമോണിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ട്, ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കപ്പം നല്ല സമാധാനമായി. ഇനിയിപ്പോൾ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 1 വർഷം നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ 1 വർഷം കൊണ്ട് നമുക്ക് വന്ന മാറ്റം
നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ പോയി നോക്ക്, ഡോക്ടറെ പോയി നോക്ക്, നീ ഇത് എന്തോ പോലെ തോന്നുകയാണ് കാണുമ്പോൾ, ആ പഴയ ഒരു ഇതൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പോയി നോക്കിയത്. നമ്മളങ്ങനെ ശരിക്കും എല്ലാറ്റിനും ഓരോ വിഭാഗം ഡോക്ടർമാരില്ലേ, ആ ഡോക്ടർമാരെ പോയി കാണുമ്പോഴാണ് നമ്മുടെ അസുഖങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിയുള്ളൂ കേട്ടോ. മറ്റേത് നമ്മളിപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏതാണോ പനിയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണില്ലേ, അതുപോലെ ഓരോ ഡോക്ടർമാരെ കാണുമ്പോൾ അവർ ചിലവർക്ക് അതിന് മാത്രം കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പോയി കണ്ട ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു 3 മാസത്തിൽ കൂടുതലായിട്ടില്ല പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല കേടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു 10-45 വയസ്സ് വരെയെങ്കിലും പെൺകുട്ടികൾക്ക് ഇത് വേണ്ടേ. പക്ഷെ അപ്പോഴേക്കൊക്കെ എൻ്റെ എത്രയായി എന്നറിയാം, എൻ്റെ കിച്ചൂട്ടനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഇങ്ങനെ കൃത്യമില്ലാണ്ട് വന്നു കഴിഞ്ഞു വെച്ചാലോ മരുന്ന് കഴിച്ചാൽ മാത്രമേ ആവുള്ളൂ. പക്ഷെ അന്ന് മുതലേ ഈ തടി കൂടുന്ന സമയത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. തടിയൊക്കെ കൂടുകയെന്ന് പറയുമ്പോൾ ചിലർ പറയില്ലേ ഭക്ഷണം കഴിച്ചിട്ടാണ് തടി കൂടുന്നത്, ശരിക്കും അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഹോർമോണിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാരണമാണ് നമ്മൾ തടി കൂടുന്നത്. ചിലർ പറയും നല്ല സുഖം കൂടിയിട്ടാണ് തടിച്ച് കൊഴുത്തക്കണ കണ്ടില്ലേ എന്നുള്ളത്. ഇന്ന് ഡോക്ടർ പറഞ്ഞേക്കണത് കംപ്ലീറ്റ് ഡയറ്റ് ചെയ്യാൻ പറഞ്ഞു, നല്ല പോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു, വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. വീട്ടിലെ പണി ഒരു പണിയേ അല്ല എന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്, വിറകിന് പോകുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല അത്രേ. നമ്മൾ കുറച്ച് നേരം നടക്കണം, നമ്മുടെ ശരീരം ഒലഞ്ഞ് നടക്കണം. ഒരു മിനിമം ഒരു 5 കിലോമീറ്ററെങ്കിലും നടക്കാൻ പറ്റുക വെച്ചാൽ നടക്കാൻ പറഞ്ഞു. പിന്നെ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു. അരി ഭക്ഷണം കഴിക്കുന്നത് ഒരു നേരത്തേക്ക് ആക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ആക്കി എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പോയിട്ട് നമുക്ക് 1 മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ 1 മാസത്തേക്ക് മരുന്ന് തന്നിട്ട് ഇനി അടുത്ത മാസം ഇതേപോലെ തന്നെ 5-ാമത്തെ ദിവസം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അടുത്ത മാസം മുതൽ വേറെ മരുന്ന് തരും. എന്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇത് കുറച്ച് എൻ്റെ നല്ല പോലെ അധികമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അറിഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ചീത്ത അറിയത് ഇത്രയും അധികമാവാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഗർഭപാത്രത്തിൽ കട്ടി കൂടി കഴിഞ്ഞു വെച്ചാൽ, ഗർഭപാത്രത്തിൻ്റെ പാടിയൊക്കെ കട്ടി കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാത്രേ. ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് നോർമലാക്കണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവേണ്ടി വരുന്നു. ഇതുപോലെയൊക്കെ ചിലവരിങ്ങനെ ചോദിച്ചങ്ങോട്ട് പറഞ്ഞു കേട്ടോ, ചേച്ചിയുടെ PCODയുടെ ലക്ഷണങ്ങൾ എന്തായിരുന്നു. എനിക്ക് PCOD ആയിട്ട് ഇങ്ങനെ തോന്നുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ക്ഷീണവും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭക്ഷണം നമ്മളെപ്പോഴും പക്ഷെ വെയിറ്റ് കുറയേ ചെയ്തിരുന്നില്ല. നമ്മൾ വെയിറ്റ് കുറയില്ല. പിന്നെ എൻ്റെ മുടി ഫുള്ളിപ്പോൾ ഇങ്ങനെ കാണണമെന്നില്ല, കൊഴിഞ്ഞ് നമ്മുടെ മുരിങ്ങയുടെ ഇല കൊഴിഞ്ഞു പോയില്ലേ, അതുപോലെ കൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ അത് മോത്തക്കുരു, പിന്നെ പെട്ടെന്ന് തടി വയ്ക്കുക, ഇതൊക്കെ കാരണമാണ്. നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവില്ലോ. ഇനിയിപ്പോൾ പ്രസവമൊക്കെ നിർത്തി, ഇനിയിപ്പോൾ ഇതായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മക്കളായില്ലേ എന്നുള്ളൊരു ധാരണയാണ് ഇങ്ങനെയൊക്കെ ആക്കിയത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. 3 മാസം ആരായാലും 3 മാസം കൂടുതൽ ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ കൊത്തൂട് നോക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണേ. ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ PCOD, തൈറോയ്ഡ് ഡോക്ടർ തന്നെ പറയാം ഭാവിയിൽ ഷുഗർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന്. നമ്മളൊന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓരോ സൂക്കേടുകളല്ലേ ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതിലിരിക്കുകയാണ് കേട്ടോ. ഇനി 2 ദിവസം കൂടി ഉണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും PCOD ഉണ്ടായിട്ട് മാറിയവരുണ്ടോ? എൻ്റെ പോലെ തന്നെ എൻ്റെ പൊട്ടത്തരം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് മാറിയത്? ചിലരൊക്കെ ഇങ്ങനെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഭക്ഷണം കൺട്രോൾ ചെയ്യുക ചേച്ചി, വർക്കൗട്ട് ചെയ്യുക, എന്നാൽ തന്നെ കുറേ മാറും, ശരിയായി വരും എന്നുള്ളത്. കാണാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ വെച്ചാൽ എന്തായാലും ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇന്ന് വേറെ ഉള്ള വിശേഷമൊന്നും ഇല്ല കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.